നമസ്കാരം. ആമുഖങ്ങൾ ആവശ്യമില്ലാത്ത കെ ശൈലജ ടീച്ചറാണ് നമ്മോടൊപ്പം. സ്വാഗതം. നമസ്കാരം. ഇപ്പോൾ ടീച്ചറുടെ ഇൻ്റർവ്യൂ ആരെടുത്താലും എപ്പോഴും ആവർത്തിക്കപ്പെടുന്ന ഒരു ചോദ്യം, കേരളത്തിനൊരു വനിതാ മുഖ്യമന്ത്രി വരുമോ, കേരളത്തിനൊരു വനിതാ മുഖ്യമന്ത്രി വേണ്ടേ എന്നൊക്കെയാണ്. ടീച്ചർ അതിന് ഉത്തരവും പറയാറുണ്ട്. എല്ലാവരും അങ്ങനെ ചോദിക്കുമ്പോൾ ഒരു ആദരവ് ഫീൽ ചെയ്യുന്നുണ്ടോ? ഇല്ല, അത് എന്നെ കൊടുക്കാനുള്ളൊരു ചോദ്യമായിട്ടാണ് ഫീൽ ചെയ്യാറ്. ഞാൻ ചിലരോട് ഇന്റർവ്യൂ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പറയാറുണ്ട്, കുറെ തവണ ചോദിച്ചു, ഞാൻ ഉത്തരവും പറഞ്ഞു, ഇനി ഇത് ചോദിക്കേണ്ട കാര്യമില്ല എന്ന് പറയാറുണ്ട്. അതൊരു ട്വിസ്റ്റ് ചെയ്തിട്ട് എന്തെങ്കിലും അതിനകത്ത് നിന്ന് കിട്ടുമോ, എന്നോടുള്ളൊരു സ്നേഹം കൊണ്ടോ അല്ലെങ്കിൽ എന്നോടുള്ള ഒരു ആദരവ് കൊണ്ടോ ആണെന്നൊന്നും ഞാൻ കരുതുന്നില്ല. മീഡിയ ചോദിക്കുമ്പം സ്വാഭാവികമായിട്ടും അതിൽ എന്തെങ്കിലും ഒരു കുരുക്ക് വീണ് കിട്ടുമോ എന്നുള്ള മട്ടിലാണ് ചോദിക്കുക. അതുകൊണ്ട് ആ ചോദ്യത്തിന് പ്രസക്തി ഇല്ല എന്നാണ് അഭിലാഷിനോട് എനിക്ക് പറയാനുള്ളത്. അല്ല, ആ ചോദ്യം കേൾക്കുമ്പോൾ മറ്റാരോടും അങ്ങനെ ചോദിക്കാറില്ല അല്ലേ? ചോദിക്കുന്നുണ്ടോന്ന് എനിക്കറിയില്ല. ടീച്ചറോടാണ് എപ്പോഴും ചോദിക്കുക. അത് നിങ്ങളെല്ലാം കൂടി എന്നെ ഇങ്ങനെ കുരുക്കിയിടാൻ തീരുമാനിച്ചിട്ടുണ്ടാവും. അതിന് പ്രസക്തിയില്ല നമുക്ക്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തിന് വിജയിച്ച ആൾ ടീച്ചറാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിന്നല്ല, കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തിന് ഇതുവരെയുള്ള ചരിത്രത്തിൽ ജയിച്ച ആളാണ്. അപ്പോൾ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെയാണ്. വീണ്ടും മത്സരിക്കാനുള്ള തയ്യാറെടുപ്പുകൾ എന്തെങ്കിലും ഉണ്ടോ? പാർട്ടി അങ്ങനെ എന്തെങ്കിലും നിർദ്ദേശം നൽകിയിട്ടുണ്ടോ? LDF മത്സരിക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതെല്ലാ മണ്ഡലത്തിലും തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടുള്ള സാധാരണ ഞങ്ങൾ നടത്തുന്ന പ്രവർത്തനങ്ങളുണ്ട്. എന്നാൽ സ്ഥാനാർത്ഥി ആരായിരിക്കുമെന്ന് ഈ നിമിഷം വരെ തീരുമാനിച്ചിട്ടില്ല. കഴിഞ്ഞ തവണ CPM ടേം നിബന്ധന വളരെ കർശനമായി നടപ്പാക്കി, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടപ്പാക്കി. പിന്നീട് മന്ത്രിമാരെ തീരുമാനിച്ചപ്പോഴും മുഖ്യമന്ത്രി ഒഴികെ എല്ലാവരും പുതിയ മന്ത്രിമാർ വന്നു, CPM-നെ സംബന്ധിച്ചും CPI-യെ സംബന്ധിച്ചും ഒക്കെ. പക്ഷെ ഇത്തവണ ഞാൻ കേട്ടത് അങ്ങനെ ടേം നിബന്ധന മത്സരിക്കുന്ന കാര്യത്തിൽ നടപ്പാക്കാൻ പറ്റില്ല എന്നാണ്. അങ്ങനെയുണ്ടോ? അഭിലാഷ് കേട്ടു, ഞാൻ കേട്ടിട്ടില്ല. കാരണം ഞങ്ങൾ ഈ കമ്മിറ്റി ചേർന്ന് ഡിസ്കഷൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം കാര്യങ്ങൾ പറയുക. ചിലപ്പോൾ അങ്ങനെ ഒരു തീരുമാനം വന്നാൽ അതിൻ്റെ ആ അഭിപ്രായമുള്ളവരും എതിരെ അഭിപ്രായമുള്ളവരൊക്കെ ഉണ്ടാവാം. എന്നിട്ട് അവസാനം കൂട്ടായിട്ടൊരു തീരുമാനം എടുക്കുക ചെയ്യുന്നത്. ഈ ഒരു കാര്യം ചർച്ചയ്ക്ക് വന്നിട്ടേ ഇല്ല. നിങ്ങളെ പൊതുവെ ഉയർന്നു വന്നിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സിറ്റിംഗ് MLA-മാർക്ക് അവരുടേതായ ജനപ്രീതിയുണ്ട്. അവർ എത്ര തവണ മത്സരിച്ചു എന്നുള്ളതിനപ്പുറത്ത് അവർക്ക് ജനപ്രീതിയുണ്ട്. അപ്പോൾ ആ ജനപ്രീതി പ്രത്യേകിച്ച് ഉപയോഗപ്പെടുത്തിയാൽ ഭരണവിരുദ്ധ വികാരം തുടങ്ങിയ കാര്യങ്ങളൊന്നും വേസില്ല എന്ന മട്ടിലൊക്കെയുള്ള ചർച്ച പുറത്ത് നടക്കുന്നുണ്ട്. ഇതൊരു കുറേ ഊഹാപോഹങ്ങൾ ഇങ്ങനെ നടക്കും. പലപ്പോഴും തമാശ തോന്നുന്നു, CPM-നകത്ത് എന്താ സംഭവിക്കുന്നതെന്ന് മാധ്യമങ്ങൾക്ക് ഇപ്പോഴും പിടികിട്ടിയിട്ടില്ല. ചിലത് പറഞ്ഞത് അതേപടി വന്നേക്കാം. അപ്പോൾ പറഞ്ഞത് തന്നെയല്ലേ സംഭവിച്ചത് നമുക്കും തോന്നാം. പക്ഷേ പറഞ്ഞത് പലതും സംഭവിച്ചിട്ടില്ല മാധ്യമങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് CPM-നകത്ത് നടക്കുന്ന ചർച്ചകൾ ഇപ്പോഴും പൂർണ്ണമായും മാധ്യമങ്ങൾക്ക് പിടികിട്ടിയിട്ടില്ല എന്നുള്ളതിൽ ഞങ്ങൾ സന്തുഷ്ടരാണ്. ഇപ്പോൾ ഒന്നാം പിണറായി സർക്കാരിന് തുടർഭരണം കിട്ടി എന്ന് മാത്രമല്ല, ആദ്യം വന്നതിനേക്കാൾ കൂടുതൽ സീറ്റുകളും കിട്ടി. അപ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യ ഗവൺമെന്റിന്റെ പ്രകടനം ജനങ്ങൾ വിലയിരുത്തിയതിന്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ അങ്ങനെ ഒരു ജനവിധി ഉണ്ടാവുക. ഒന്നാം പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാരും തമ്മിൽ നിരന്തരമായി താരതമ്യം ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ഒരു താരതമ്യത്തിന് അർത്ഥമുണ്ടോ? താരതമ്യം ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഒന്നാം പിണറായി സർക്കാർ തുടങ്ങി വെച്ചത് പൂർത്തിയാക്കുകയും കൂടുതൽ പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്തിട്ടുള്ളതാണ് രണ്ടാം പിണറായി സർക്കാർ. കഴിഞ്ഞ സർക്കാരിൽ, ഒന്നാം പിണറായി സർക്കാരിൽ CPM-ന്റെ സീനിയർ ആയിട്ടുള്ള കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ എന്നുള്ള നിലയിലാണെങ്കിലും അല്ല, മുമ്പ് ഭരണപരിചയം എന്നുള്ള നിലയിലാണെങ്കിലും സീനിയർ ആയിട്ടുള്ള അംഗങ്ങളായിരുന്നു ക്യാബിനറ്റ് ഉണ്ടായിരുന്നത്. ഇത്തവണ അതുമായി താരതമ്യം ചെയ്താൽ അത്ര സീനിയർ ആയിട്ടുള്ള ആളുകളല്ല, കുറച്ചുകൂടി ഫ്രഷേഴ്സാണ്, പുതുമുഖങ്ങളാണ്. അപ്പോൾ ഒന്നാം പിണറായി സർക്കാരിൻ്റെ അത്രയും ഭരണപാഠവും രണ്ടാം പിണറായി സർക്കാർ കാണിച്ചില്ല എന്നൊക്കെ കാണുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ വിമർശിക്കുന്ന ആളുകളുണ്ട്. ശരിയാണോ? അത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പം ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് പ്രായം കൊണ്ട് ഞങ്ങൾ സീനിയറാണ്, അല്ലെങ്കിൽ പാർട്ടിക്കകത്തെ പ്രവർത്തന പരിചയം കൊണ്ട് എത്രയോ കാലമായിട്ട് പാർട്ടി പ്രവർത്തനവും ബഹുജന സംഘടനകളുടെ പ്രവർത്തനം എല്ലാം നടത്തുന്നവരായിരുന്നു ഞങ്ങൾ. അതിൻ്റെ സീനിയോറിറ്റി ഉണ്ട്. പക്ഷെ ഞങ്ങൾ മന്ത്രിസഭയിൽ ഫ്രഷാണ്, ആദ്യമായിട്ട് വന്നു. ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് കഴിഞ്ഞ തവണ മന്ത്രിയായത്. മൂന്നാം സർക്കാർ വരും എന്നൊരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ടല്ലോ. അതിന് നമ്മൾ മൂന്നാം പിണറായി സർക്കാർ എന്ന് തന്നെ വിശേഷിപ്പിക്കണോ? എന്ത് വിശേഷിച്ചാലും കുഴപ്പമില്ല. കാരണം ഞങ്ങളെ സംബന്ധിച്ച് ഈ ആരാണ് എന്താണ് എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നത് അവസാനമാണ്. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴാണ് അത്തരം സ്ഥാനങ്ങളൊക്കെ നിശ്ചയിക്കുന്നത്, ആര് മന്ത്രിമാരാകും, ആര് മുഖ്യമന്ത്രിയാകും എന്നുള്ളതൊക്കെ. പക്ഷേ പിണറായി സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് സർക്കാരുകളെയും വളരെ നന്നായിട്ട് നയിച്ചിട്ടുള്ളൊരു നേതാവാണ്. മാത്രമല്ല, എന്തെല്ലാം ആക്രമണങ്ങൾ ഉണ്ടായിട്ടും അതിനെ തെല്ലും വകവെക്കാതെ ഒറ്റ ലക്ഷ്യം, കേരളത്തെ ഒരു ആധുനിക കേരളമായി മാറ്റണം,
കേരളത്തിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണം. അല്ലെ, പാർട്ടി ജനറൽ സെക്രട്ടറി പറഞ്ഞത് പിണറായി വിജയനായിരിക്കും ക്യാമ്പയിൻ നയിക്കുക എന്നുള്ളതാണ്. അതായത് അടുത്ത തെരഞ്ഞെടുപ്പിനെ നയിക്കുക, LDF-നെ നയിക്കുക, അടുത്ത തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയനായിരിക്കും. ബാക്കി കാര്യങ്ങൾ അത് കഴിഞ്ഞിട്ടാണ്. അത് പാർട്ടി പോളിറ്റ് ബ്യൂറോ മെമ്പർക്കും ജനറൽ സെക്രട്ടറിക്കും പാർട്ടി ബ്രാഞ്ച് അംഗത്തിനും എല്ലാം പറയാനുള്ളത് ഒരു ഉത്തരമായിരിക്കും. കാരണം ഞങ്ങളുടെ പാർട്ടി അങ്ങനെയാണ്. ഇന്ന ആളെ ചൂണ്ടിക്കാണിച്ചിട്ട് ഒരു തെരഞ്ഞെടുപ്പിനും അങ്ങനെയില്ല, അങ്ങനെ ഞങ്ങൾ ചെയ്യാറില്ല. നമ്മളിനിയിപ്പോൾ ആരോഗ്യ വകുപ്പിനെ കുറിച്ച് സംസാരിച്ചാൽ, ആരോഗ്യ വകുപ്പിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ വാർത്തയാവാറുണ്ട്, പലപ്പോഴും വിവാദമാകാറുണ്ട്. ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി മുൻ ആരോഗ്യമന്ത്രിയുമായി നീതിപൂർവകമല്ലാത്ത വിധത്തിൽ താരതമ്യം ചെയ്യപ്പെടുന്നുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ചെയ്യരുത് എന്നാണ് എൻ്റെ പക്ഷം. അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഞാൻ മുൻ ആരോഗ്യമന്ത്രി എന്ന് പറയുന്നത് ഞാനൊരു സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്, ഒരു വ്യക്തിയല്ല. എന്നാൽ വ്യക്തിപരമായിട്ടുള്ള നിക്ഷേപങ്ങൾ അതിനകത്തുണ്ട്. ഏത് വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോഴും നമ്മുടെ ഒരു ഭാവനയും നമ്മുടെ പ്രവർത്തനവും എന്താണോ നമ്മൾ ഏൽപ്പിച്ചത് അത് കൃത്യമായി ചെയ്യാനുള്ള ഉത്തരവാദിത്വവുമുണ്ട്. അത് ഞാനും കാണിക്കുന്നുണ്ട്, വീണ ജോർജും കാണിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഈ ആരോഗ്യ വകുപ്പിനെ പിടികൂടുന്നത് അത് കുറച്ച് വൾണറബിൾ ആയിട്ടുള്ളൊരു മേഖലയാണ് എന്നുള്ളത് കൊണ്ടായിരിക്കാം. പെട്ടെന്ന് ആളുകളിൽ അതാണല്ലോ ഒരു കനകോലു സിദ്ധാന്തം, യുക്തിയല്ല വികാരമാണ് പ്രധാനം, യുക്തിഭദ്രമായിട്ടൊന്നും ചെയ്യേണ്ടതില്ല, വൈകാരികതയെ കൂട്ടുപിടിച്ച് ആക്രമിക്കുകയാണ് വേണ്ടത്. അതൊരു ഇന്ത്യയിൽ മാത്രമല്ല ലോക ജനാധിപത്യത്തിന് ഏൽക്കുന്ന വലിയ പ്രഹരമാണിത്. അല്ല, അങ്ങനെ അനുപാതരഹിതമായി ആക്രമിക്കപ്പെടുന്നുണ്ടോ വീണ ജോർജ്? എല്ലാവരെയും ആക്രമിക്കുന്നുണ്ട്. അനുപാതരഹിതമൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ആരോഗ്യ മേഖലയെ പെട്ടെന്ന് പിടികൂടാൻ കഴിയുമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇപ്പം VN വാസവനെ ആക്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് വീണ ജോർജിനെ മാത്രം ആക്രമിക്കുന്നു എന്നുള്ള അർത്ഥത്തിലല്ല, പക്ഷേ ആരോഗ്യ മേഖലക്കെതിരെ ഒട്ടും യുക്തിപരമല്ലാത്ത സത്യമല്ലാത്ത കാര്യം പ്രചരിപ്പിക്കുകയാണ്. കഴിഞ്ഞ സർക്കാരിന്റെ അവസാന കാലത്ത് എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് അന്നത്തെ ആരോഗ്യ വകുപ്പിനെ കുറിച്ചൊരു ഫീൽ ഗുഡ് ഫാക്ടർ ഉണ്ടായിരുന്നു. ഇന്ന് പ്രതിപക്ഷം PR എന്നൊക്കെ അതിനെ വിമർശിക്കുകയും ചെയ്ത് ടീച്ചർക്ക് ഓർമ്മയുണ്ടാവും. അതേപോലത്തെ ഒരു ഫീൽ ഗുഡ് ഫാക്ടർ ഇപ്പോൾ ഇല്ലാത്തത് എന്തുകൊണ്ടായിരിക്കും? ഇപ്പോഴില്ല എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ഇപ്പോൾ ആ ഗുഡ് ഫാക്ടർ ഫീൽ ചെയ്യാൻ പാകത്തിന് വാർത്തകൾ വരുന്നില്ല. അന്നും വാർത്തകളൊന്നും വന്നിട്ടില്ല. മീഡിയ ഉപദ്രവിക്കാനേ ശ്രമിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഞാൻ മീഡിയയെ ഒറ്റയടിക്ക് മുഴുവൻ തള്ളി പറയില്ല. കോവിഡ് നിപ്പയെല്ലാം വന്നപ്പോൾ അതിനെ നേരിടാൻ മീഡിയയുടെ സഹായം അഭ്യർത്ഥിച്ചപ്പോൾ എനിക്കിപ്പോഴും അത് ഓർമ്മയുണ്ട്. നല്ല പിന്തുണയാണ് കേരളത്തിലെ മീഡിയ തന്നത്. എന്നാൽ ഞങ്ങൾ ചെയ്തത് വളരെ നന്നായി എന്ന് പാർട്ടി പറയാനൊന്നും ഒന്നും തയ്യാറായിട്ടില്ല. പക്ഷേ അതൊരു ജീവിക്കുന്ന എക്സാമ്പിളായിട്ട് ജനങ്ങളുടെ മുന്നിലുണ്ട്. ഇപ്പോഴും അതുണ്ട്. പക്ഷേ അതിനെ എങ്ങനെ തകർക്കാൻ കഴിയും എന്ന് വെച്ചിട്ട് ആ ഫീൽ ഗുഡ് ഇല്ലാതാക്കാൻ വേണ്ടി ആരോഗ്യരംഗം ആകെ വഷളാണ് എന്ന് കരുതി കൂട്ടി. അതാണ് കനകോലു. കനകോലു UDF-ന്റെ PR ചെയ്യുന്ന ആളാണ്. LDF-നെ കുറിച്ച് മുമ്പും പറഞ്ഞുകൊണ്ടിരുന്നത്, ഇപ്പൊ ടീച്ചറെ കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇതൊക്കെ PR ആണെന്നാണ്. അപ്പൊ പബ്ലിക് റിലേഷൻസ് ഈ ആധുനിക കാലത്ത് രാഷ്ട്രീയ കക്ഷികളും നേതാക്കളും ഒക്കെ നടത്തുന്നുണ്ടാവും. പക്ഷേ അന്ന് ഉണ്ടായിരുന്ന ഫീൽ ഗുഡ് ഫാക്ടർ ഇപ്പൊ ഉണ്ടോ എന്നുള്ള ചോദ്യത്തെ അഡ്രസ് ചെയ്യണ്ടേ? തീർച്ചയായിട്ടും ഇപ്പോഴും ഉണ്ട്. നിങ്ങളത് പ്രചരിപ്പിക്കണം. ഏറ്റവും നല്ലത് വന്നിട്ടുണ്ടല്ലോ. ഇപ്പം ഈ ഗവൺമെന്റ് വന്നപ്പോൾ ഓർഗൻ ട്രാൻസ്പ്ലാന്റിന് മാത്രമായിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങണം തീരുമാനിച്ചു. അതിപ്പം കോഴിക്കോട് അതിന്റെ തറക്കല്ലിട്ടു. അടുത്ത LDF സർക്കാർ വരുമ്പോൾ അത് പൂർത്തിയാക്കുമല്ലോ ചെയ്ത്. അല്ല, പിന്നെ എന്തുകൊണ്ടായിരിക്കും ഇത്രയധികം വിവാദങ്ങൾ? ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി ഒരു വിഭാഗം മാധ്യമങ്ങളെങ്കിലും ശത്രുക്കളാക്കിയതുകൊണ്ടായിരിക്കുമോ? അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. നിങ്ങളുടെ ഇടയിൽ നിന്ന് വന്നയാളല്ലേ, അപ്പൊ അങ്ങനെ ശത്രുത ഉണ്ടാവുമോ? എനിക്കറിയില്ല. സാധാരണഗതിയിൽ ഒരു മേഖലയിൽ നിന്ന് വന്ന ഒരാൾക്ക് നല്ല പിന്തുണയല്ലേ കിട്ടുക. ഞാൻ കരുതിയത് എന്നേക്കാൾ പിന്തുണ വീണക്ക് കിട്ടും. കാരണം മീഡിയയിൽ നിന്ന് എനിക്ക് മീഡിയയുടെ ഒരു പിന്തുണയില്ല. കാരണം ഞാൻ ആ മേഖലയിൽ നിന്ന ആളല്ല. ഞാൻ പക്ക രാഷ്ട്രീയക്കാരിയെ നിങ്ങൾക്ക് കഴിയാവുന്ന വിധമൊക്കെ എതിർത്തിട്ടുണ്ട്. പക്ഷേ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിയിട്ടുമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയൊരു ആക്രമണം നടത്താൻ മാത്രം ആരോഗ്യ മേഖല തകർന്നിട്ടുണ്ടോ ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണ്. ഇല്ല എന്നാണ് എൻ്റെ ഉത്തരം. അപ്പോൾ ഇത് കരുതി കൂട്ടി ചില മേഖലകളെ ആക്രമിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ശരി. അല്ല, അപ്പോൾ നമ്മൾ ഇപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഈ സമീപകാലത്ത് വന്നു. ഒന്ന് ഹർഷിന എന്ന് പറയുന്ന കോഴിക്കോടുള്ള സ്ത്രീ, അവരുടെ ശസ്ത്രക്രിയക്കിടെ കത്രിക കുടുങ്ങിയ സംഭവം, ഇപ്പോൾ വന്നിട്ടുള്ള വണ്ടാനം മെഡിക്കൽ കോളേജിലെ സംഭവം. ഈ രണ്ട് സംഭവവും നടക്കുന്നത് ഒന്നാം സർക്കാരിൻ്റെ കാലത്താണ്. ഇപ്പോഴാണ് പക്ഷേ അത് വിവാദമായി അല്ലെങ്കിൽ ആ വിഷയത്തെ നേരിടേണ്ടി വന്നത്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം സർജിക്കലായപ്പോഴും അത് ഒറ്റപ്പെട്ടത് എന്ന് പറഞ്ഞാൽ പോലും അത് വളരെ ഗുരുതരമായ ഒരു പ്രശ്നമാണല്ലോ. അഭിലാഷിനെ പോലെ നന്നായിട്ട് ഇതെല്ലാം പഠിക്കുന്ന ആളുകൾ അത് പഠിച്ചിട്ട് ശരിയായ ഉത്തരം ജനത്തിന് കൊടുക്കണം. നോക്കൂ, വിദേശ രാഷ്ട്രങ്ങളിലൊക്കെ 33% മെഡിക്കൽ നെഗ്ലിജൻസ് കുറ്റകരമല്ല എന്നാണ്. നമ്മളങ്ങനെ വാദിക്കുന്നില്ല. ഇവിടെ 0.1% ആയാലും കുറ്റകരമാണെന്ന് ഞങ്ങൾ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് കുറ്റകരം അല്ല എന്ന് ലോകം പറയുന്നത്? ഇതൊരു വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു മേഖലയാണ്.
മനുഷ്യ ശരീരമായിട്ടാണ് മനുഷ്യർ ഇടപെടുന്നത്. ആധുനിക ഉപകരണങ്ങളുടെ സഹായമുണ്ട്. പക്ഷെ ചിലപ്പോൾ എത്ര തന്നെ ശ്രദ്ധിച്ചാലും ചില പോരായ്മകൾ സംഭവിക്കാറുണ്ട്. നമ്മളെന്തിനാ ആ പോരായ്മ ഉണ്ടാക്കിയ ആളെ ശിക്ഷിക്കുന്നത്? വേണമെങ്കിൽ ഇതും പറഞ്ഞിട്ട് അങ്ങനെ സംഭവിക്കാറുണ്ട് എന്ന് പറഞ്ഞിട്ട് മാറിയിരിക്കുമല്ലോ ചെയ്യുന്നത്. ഉണ്ടാവരുത്. അതൊരു ഒരു മുൻകരുതലാണ്, അതൊരു താക്കീതാണ്. ഉണ്ടാവരുത്, വളരെ ശ്രദ്ധിക്കണം. പക്ഷേ എത്ര ശ്രദ്ധിച്ചാലും ഉണ്ടാവാം എന്ന് ലോകം പറയുന്നുണ്ട്. പക്ഷേ കേരളം ഇതുവരെ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ പറയട്ടെ, ഇവിടെ കോടിക്കണക്കിന് ആളുകളാണ് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ എത്തുന്നത്. ലക്ഷക്കണക്കിന് ഓപ്പറേഷനുകളാണ്. നിങ്ങൾ ഈ 5-10 വർഷത്തിനിടയിൽ നടന്നിട്ടുള്ള ഓപ്പറേഷനുകളുടെ എണ്ണം പരിശോധിക്കും. ടീച്ചർ തന്നെ ഇവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്, ലക്ഷക്കണക്കിന് ഓപ്പറേഷനുകൾ, അതുപോലെ അത്രയധികം കോടിക്കണക്കിന് രോഗികൾ. ഇപ്പോൾ 12 കോടി OP വിസിറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു വളരെ ഹ്യൂജ് ആയിട്ടുള്ള നമ്പറാണ്. നമ്മുടെ പൊതുമേഖല ആശുപത്രികളിൽ ഇത്രയധികം രോഗികൾ വരുന്നത് നല്ല കാര്യവുമാണ്. ഇപ്പോൾ ഡോക്ടർമാർ തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അപ്പോൾ ഞങ്ങളുടെ ജോലി ഭാരമോ എന്നുള്ളത്. ഇത്രയധികം രോഗികൾ അവിടേക്ക് എത്തുമ്പോൾ എത്രമാത്രം ഡോക്ടർമാരുണ്ട്? അവിടുത്തെ സ്റ്റാഫ് പാറ്റേണെ സംബന്ധിച്ചുള്ള ചോദ്യമുണ്ട്. KGMCTയുടെ പ്രസിഡന്റ് ഒരു ചർച്ചയിൽ എന്നോട് തന്നെ ചോദിച്ചത്, ഇപ്പോൾ 12 കോടി എന്നുള്ളതാണ് കണക്കെങ്കിൽ ഡോക്ടർ രോഗി അനുപാതം എന്ന് പറയുന്നത് 42,000 പേർക്ക് ഒരു ഡോക്ടർ എന്നുള്ളതാണോ എന്ന്. അപ്പോൾ ഡോക്ടർമാർ ചോദിക്കുന്ന ആ ചോദ്യത്തിന് ഉത്തരം വേണ്ടേ? ഒരു 2 വശമുണ്ട് ഇതിന്. ഒന്ന്, ഗവൺമെൻറ് സെക്ടറിൽ ഒരു പ്രൈവറ്റ് സെക്ടറിൽ എടുക്കുന്ന ക്രമീകരണം വരുത്താൻ സാധിക്കില്ല. ഞാൻ ഉദാഹരണം പറയാം. ഇവിടെ നമുക്ക് എത്ര സ്റ്റാഫ് പാറ്റേൺ വർദ്ധിപ്പിക്കാം ഈ കേരളത്തിന്? അതിൻ്റെ വരുമാനത്തിൽ ഒതുങ്ങിയിട്ടേ പറ്റൂ. നമുക്ക് പശ്ചാത്തല സൗകര്യമെല്ലാം വർദ്ധിപ്പിക്കാൻ വേറെ മാർഗത്തിൽ നിന്ന് പണം എടുക്കാം. പക്ഷേ ശമ്പളം കൊടുക്കാൻ റവന്യൂ ചെലവാണ്. അത് നമുക്ക് ഇവിടുന്നേ എടുക്കാൻ പറ്റൂ. അത് സെൻട്രൽ ഗവൺമെൻറ് അതിൻ്റെ ഞങ്ങളുടെ നികുതി വിഹിതം, സംസ്ഥാനത്തിൻ്റെ നികുതി വിഹിതവും പദ്ധതി വിഹിതവും അതൊരു 70% തിരിച്ചു വരണം. ഈ ഡോക്ടർമാരടങ്ങിയ കമ്മ്യൂണിറ്റി നമ്മളെല്ലാം ചേർന്നത് അതിനുവേണ്ടി വലിയ പോരാട്ടം നടത്തണം. അത് LDFൻ്റെതോ അല്ലെങ്കിൽ CPIMൻ്റെ മാത്രം ഉത്തരവാദിത്തം. അവരുടെ വലിയ പ്രതിസന്ധി അവിടെ ഉണ്ടല്ലോ. അതിലേക്കാണ് ഞാൻ വരുന്നത്. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് നിന്ന് കിട്ടാനുള്ളത് കിട്ടിയാലേ ഈ സിസ്റ്റം നിലനിർത്താൻ പറ്റുള്ളൂ. ഇനി ഈ സിസ്റ്റത്തിനകത്ത് എന്തൊക്കെ പറയുമ്പോഴും ഇതിനകത്തൊരു പ്രൊട്ടക്ഷൻ ഉണ്ട് ഇല്ലേ? ഗവൺമെൻറ് സെക്ടറിൽ ആളുകൾ ഗവൺമെൻറ് സെക്ടറിലെ ജോലി എന്താ ആഗ്രഹിക്കുന്നത്? പ്രൈവറ്റിലില്ലാത്തൊരു സുരക്ഷിതത്വം ഇവിടെയുണ്ട്. അതുകൊണ്ട് പ്രൈവറ്റിലെ പോലെ 2 മണിക്കൂർ ജോലി എന്ന് കഴിഞ്ഞ് തിരിച്ചു പോകാൻ കഴിയുന്നതല്ല ഗവൺമെൻറ് സെക്ടർ. പക്ഷേ ഈ സ്റ്റാഫ് പാറ്റേണിൻ്റെ പ്രശ്നം, സ്റ്റാഫ് ഷോർട്ടേജിൻ്റെ പ്രശ്നം, അവർക്കുണ്ടാക്കുന്ന അമിത ജോലിഭാരം, പ്രത്യേകിച്ച് ഇപ്പോൾ ഡോക്ടർമാരെ സംബന്ധിച്ച് എന്തുകൊണ്ട് ഞങ്ങൾക്ക് പിഴയ്ക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്ന ഉത്തരത്തിൽ ഈ ജോലിഭാരത്തിൻ്റെ പ്രശ്നമുണ്ടോ എന്ന്. ഇപ്പോൾ സാധാരണ നിലയിൽ ഇപ്പോൾ WHO പ്രോട്ടോകോൾ അനുസരിച്ച് സർജറിക്ക് വേണ്ട അത്രയും സ്റ്റാഫ് ഉണ്ടായിരുന്നോ? ഇപ്പോൾ വണ്ടാനം മെഡിക്കൽ കോളേജിലെ വിഷയത്തിലടക്കം അവിടെ സ്ക്രബ് നേഴ്സ് ഉണ്ടായിരുന്നു, പക്ഷേ ഫ്ലോർ നേഴ്സ് ഉണ്ടായിരുന്നില്ല. അതൊക്കെ സ്വകാര്യ ആശുപത്രിയിലെ ഉണ്ടാകുമെന്ന് ആ മേഖലയിലുള്ള ഡോക്ടർമാർ തന്നെ വിശദീകരിക്കുന്നു. അപ്പൊ നമ്മൾ ഈ തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്നത് നല്ല ജോലിഭാരം ഉണ്ട്. എന്നാൽ ചില പ്ലാനിങ്ങുകൾ ആ ജോലിഭാരവും കുറക്കും. ഇപ്പൊ സ്ക്രബ് നേഴ്സ് ഇല്ല, ഡ്യൂട്ടി നേഴ്സ് ഉണ്ട്. ആ നേഴ്സിന്റെ കയ്യിൽ ഇതിന്റെ ചാർട്ട് ഉണ്ടാക്കാൻ ഓപ്പറേഷന് കയറുന്നതിന് മുമ്പേ ഒരു ടീം വർക്ക് നടത്തിയാൽ സ്ക്രബ് നേഴ്സിന് തന്നെ ഈ ലിസ്റ്റ് നോക്കാൻ പറ്റുമെന്നൊന്നുമില്ലല്ലോ. ഇവരെല്ലാം നഴ്സിംഗ് പഠിച്ചിട്ട് വന്നതാണ്. പക്ഷേ ഇപ്പോൾ ഗൈനക്കോളജി രംഗത്താണല്ലോ ഈ സൂചിപ്പിക്കപ്പെട്ട 2 വിഷയങ്ങളുണ്ടായത്. ഗൈനക്കോളജിയിൽ അസിസ്റ്റന്റ് പ്രൊഫസർ നിയമനം നിയമക്കുരുക്കിൽ കിടക്കാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി, പുതിയ അപ്പോയിൻമെന്റ്സ് ഉണ്ടാവുന്നില്ല, പുതിയ നിയമനങ്ങൾ ഉണ്ടാവുന്നില്ല. അപ്പോൾ ജനങ്ങളെ സംബന്ധിച്ച് ഏറ്റവും അധികം ആവശ്യം വരുന്ന ഡിപ്പാർട്ട്മെന്റുകളുടെ അവസ്ഥ ഇങ്ങനെ കിടക്കുന്നു. ഇപ്പോൾ നമ്മൾ നമ്പർ 1 ആണെന്ന് ക്ലെയിം ചെയ്യുകയും ചെയ്യുന്നു. ഗൈനക്കോളജിയിലും പുതിയ പോസ്റ്റ് ഗ്രാജുവേഷൻ നടന്നിട്ടുണ്ട്. മെഡിക്കൽ കൃത്യമായ എണ്ണ ഇപ്പം എൻ്റെ കയ്യിലില്ല. നേരത്തെ ആണെങ്കിൽ എൻ്റെ മനസ്സിൽ എല്ലാ എണ്ണം ഉണ്ടാവുമായിരുന്നു. മെഡിക്കൽ കോളേജുകൾക്ക് വേണ്ടി പോസ്റ്റ് ഗ്രാജുവേഷൻ നടത്തുമ്പോൾ ഗൈനക്കോളജി അതിൽ പ്രധാന ഘടകമായിരുന്നു. അതുപോലെ താലൂക്ക് ഹോസ്പിറ്റലുകൾക്ക് വേണ്ടി നിരവധി പോസ്റ്റ് ഗ്രാജുവേഷൻ നടന്നിട്ടുണ്ട്. അതിലും ഗൈനക്കോളജി ഉണ്ടായിരുന്നു. അസിസ്റ്റന്റ് സർജൻ പ്രൊമോഷൻ നടന്നിട്ടില്ല എന്നുള്ള വർത്തമാനം ഉണ്ടെങ്കിൽ അവരവിടെ തന്നെ ഉണ്ട്. അത് പ്രൊമോഷനൊക്കെ നടക്കേണ്ടതാണ്. അങ്ങനെയുള്ള കുറേ എല്ലാ കാര്യവും നമ്മൾ പരിഹരിച്ചിട്ടില്ലല്ലോ സർവീസ് മേഖലയിൽ. എന്നാൽ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ പരിഹരിച്ച ഒരു ഗവൺമെൻറ്റാണ്. തീർച്ചയായിട്ടും നമ്മളിനി കുറച്ച് രാഷ്ട്രീയ വിഷയങ്ങളിലേക്ക് കൂടി വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ CPM ഭൂരിപക്ഷ വർഗീയതയെ താലോലിക്കുകയാണ് എന്ന വിമർശനം സമീപകാലത്ത് ഉയർന്നു. വെള്ളാപ്പള്ളി നടേശനെ കൊണ്ടു നടക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ അതൊരു തരത്തിലുള്ള അകൽച്ച ഉണ്ടാക്കിയിട്ടുണ്ട്. അത്തരം വിഷയങ്ങളെയൊക്കെ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിൽ നേരിടാൻ പോകുന്നത്? ഞങ്ങൾ സത്യം പറയും, സത്യസന്ധമായ കാര്യങ്ങൾ, ഞങ്ങളുടെ പോളിസി, ഞങ്ങളുടെ നയം പറയും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇവിടെ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ വൈകാരിക തലം സൃഷ്ടിച്ച് മതപരമായി വികാരം കൊള്ളിച്ച് യാഥാർത്ഥ്യത്തെ കാണാതിരിക്കുകയാണ്. ജനങ്ങൾ വലിയൊരളവിൽ വികാരത്തിൽ അടിപ്പെടുന്ന ആളുകളാണല്ലോ. തന്ത്രിയുടെ വിഷയം,
തന്ത്രി SIT അറസ്റ്റ് ചെയ്തു, കോടതി അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തു. വിചാരണ കഴിയുമ്പോഴേ കുറ്റവിമുക്തനാണോ അല്ലയോ എന്ന് നമുക്ക് പറയാൻ കഴിയൂ. അതുകൊണ്ട് ഇപ്പോൾ ഒരു ജഡ്ജ്മെന്റിലെത്താൻ കഴിയില്ല. പക്ഷേ അക്കാര്യത്തിലൊരു പക്ഷം പിടിക്കണോ? തന്ത്രി പെരുങ്കള്ളന്മാരുടെ പട്ടികയിലാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു കഴിഞ്ഞ ദിവസം. അങ്ങനത്തെ കമന്റിന്റെ ഒക്കെ ആവശ്യമുണ്ടോ? ഈ പറയുന്ന വികാരം കൊള്ളുന്ന ആളുകൾക്ക് വടി കൊടുക്കലാവില്ലേ? അതായത് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ ശ്രമിച്ചത്? എത്രയാൾക്ക് ജാമ്യം കിട്ടി? പക്ഷേ തന്ത്രിയുടെ കാര്യത്തിൽ ഒരു വികാരം ഉണ്ടാക്കാൻ പറ്റുമെന്ന് അവർ നോക്കിയത്. ജനങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കുന്ന പലർക്കും സ്വാഭാവിക ജാമ്യം 90 ദിവസം കഴിഞ്ഞപ്പോൾ കുറ്റപത്രം കൊടുക്കാതെയാണ് കിട്ടിയത്. അദ്ദേഹത്തിന് 41ാമത്തെ ദിവസം കിട്ടി. കോടതിയുടെ ജഡ്ജ്മെന്റിൽ തെളിവിന്റെ ഒരു കണിക പോലും ഇല്ലാന്ന പരാമർശം പക്ഷെ തന്ത്രിയുടെ കാര്യത്തിലാണ് വന്നത്. നമുക്ക് നോക്കാം, അന്വേഷണം തുടരുകയാണല്ലോ. ഇതേ മീഡിയയിൽ ഞാൻ ഇന്ന് കണ്ടത് തന്ത്രിയുടെ പേരിൽ SIT വലിയ അന്വേഷണത്തിന് ഒരുക്കുന്നു. എനിക്കറിയില്ല ശരിയാണോ എന്നുള്ളത്. അതുകൊണ്ട് ഇവിടെ തന്ത്രി എന്നുള്ള വ്യത്യാസമില്ല. തന്ത്രി അവിടെ ഈ അയ്യപ്പന്റെ സ്വത്തുവകകളെല്ലാം നേരിട്ട് കാണുന്ന മനുഷ്യനാണ്. കാണുന്നല്ലേ ഉള്ളൂ, ബോർഡിനല്ലേ. ദേവസ്വം ബോർഡും ഇതെല്ലാം കണ്ട് സംരക്ഷിക്കേണ്ട വിഭാഗം തന്നെയാണ്. മന്ത്രിസഭയും അങ്ങനെ തന്നെയാണ്. മറ്റൊരു വിഷയമുള്ളത്, കേരളത്തിലെ മുസ്ലിം ജനവിഭാഗത്തിന് ഇടതുപക്ഷത്തോട് വല്ലാത്തൊരു അകൽച്ച വന്നു. ഇതെല്ലാം തുടങ്ങുന്നത് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതലാണ്. പ്രത്യേകിച്ച് വടകര കാഫിർ സ്ക്രീൻഷോട്ട് വ്യാജമായി ഉണ്ടാക്കിയ സംഗതിയൊക്കെ വലിയ തോതിൽ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഒരു അതൃപ്തി ഉണ്ടാക്കിയിട്ടില്ലേ? ആരാണ് കാഫിർ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയത്? ആ വടകര തിരഞ്ഞെടുപ്പിന്റെ സമയത്താണ് മ്ലേച്ഛമായിട്ടുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രചരണ പരിപാടി UDF ആരംഭിക്കുന്നത്. അതിനു മുമ്പ് ഇത്രത്തോളം ഉണ്ടായിരുന്നില്ല. ഞാൻ പറയും, വടകര എന്ന് വെച്ചാൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് അതായിരുന്നു തോന്നുന്നു ഈ അനുകൂല ഇഫക്റ്റ്. എനിക്കറിയില്ല. അതെ, നോക്കൂ, സാധാരണഗതിയിൽ ഞാനൊക്കെ ഒരു പോസ്റ്റ് ഇട്ടാൽ അതിൻ്റെ അടിയിൽ ചില കമന്റ്സ് ഒക്കെ മുമ്പ് വരാറുണ്ട്. അവർ പറയുന്ന അങ്ങനെ, ടീച്ചർ നിങ്ങളോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് പറയട്ടെ, ഇത് ശരിയല്ല, അല്ലെങ്കിൽ പാർട്ടി ചെയ്തത് ശരിയല്ല, ഇടതുപക്ഷം ചെയ്തത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു പരസ്പര ബഹുമാനത്തോടു കൂടിയുള്ള നമുക്ക് തിരുത്താൻ തോന്നുന്നു എന്തെങ്കിലും ഉണ്ടെങ്കിൽ. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്താണ് എന്തൊക്കെ വൃത്തികെട്ട പോസ്റ്റുകൾ. ഞാനതൊന്നും ഇപ്പം പോസ്റ്റ്മോർട്ടം നടത്തുന്നില്ല, കേട്ടില്ലേ? എനിക്കെതിരെ മാത്രമല്ല, എല്ലാ സ്ഥാനാർത്ഥികൾക്കും. അപ്പം സമൂഹത്തിലെ ഏതെങ്കിലും ഒരു വ്യക്തിയോട് സമൂഹത്തിന് പൊതുവെ ഒരു അംഗീകാരം ഉണ്ടെന്ന് തോന്നിയാൽ, എനിക്കത് ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല, ഉണ്ടെന്ന് തോന്നിയാൽ ആ വ്യക്തിഹത്യ നടത്താൻ മ്ലേച്ഛമായ ഭാഷയിൽ സംബോധന ചെയ്യുക. ഇത് കുറേ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ അയ്യോ ഇവരിങ്ങനെയാണ്. രണ്ട് പക്ഷത്തൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പൊ ടീച്ചർക്കെതിരെ അത്തരത്തില് കമന്റ് ഇട്ട ഒരാൾക്കെതിരെ, ന്യൂമാഹിക്കാരനായ ഒരാൾക്കെതിരെ കേസ് വരികയും മുസ്ലിം ലീഗുകാരനായ അയാൾക്കെതിരെ നടപടി എടുക്കുകയൊക്കെ ചെയ്തു. അതേപോലെ ഇപ്പുറത്തൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ ന്യായീകരിക്കുന്നില്ല. ഈ ഒരു കമന്റ് എന്നെ കുറിച്ച് വന്നപ്പോൾ അതിനൊരു പ്രതികരണം ഇപ്പുറത്തുനിന്നുണ്ടായി. മോശമായ ഭാഷയായിരുന്നു. ഞങ്ങൾ ഉടനെ വിളിച്ചു പറഞ്ഞു, ഇന്ന് അവസാനിപ്പിച്ചോളണം. ആരാണിത്, ആരാന്ന് അറിയില്ല, ഈ കുറേ സംഘങ്ങളുണ്ടല്ലോ, ഇന്ന് അവസാനിപ്പിക്കണം, തുടർന്നിട്ടില്ല. എന്നാൽ അങ്ങനെ ഒരു വർത്തമാനം, ഇങ്ങനെ മോശമായ ഭാഷ ഉപയോഗിക്കരുത് ഇന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഇപ്പോഴും അത് തന്നെയല്ലേ വരുന്നത്. എന്തൊക്കെ കമന്റുകളാണ് അതിനകത്ത് വരുന്നത്. ഈ കാഫിർ ആരും നമുക്കറിയില്ല. കാഫിറായ ഒരാൾക്ക് വോട്ട് ചെയ്യരുത് എന്ന് പിന്നെ UDF കേന്ദ്രങ്ങൾ പ്രചരിപ്പിക്കുന്നു എന്ന് ആരോപിച്ച് ഒരു സംഗതി വന്നല്ലോ, സ്ക്രീൻഷോട്ട് വന്നല്ലോ. വടകരയിലെ CPM പ്രവർത്തകനായ ഒരു അധ്യാപകനാണ് ആ കാര്യത്തിൽ ആരോപണ വിധേയനായത്. ആരോപണ വിധേയനാണ്, തെളിയിക്കപ്പെട്ടിട്ടില്ല. കാരണം ഇതെല്ലാം ഫേക്ക് അക്കൗണ്ടുകളിൽ നിന്നാണ് വരുന്നത്. ഇപ്പം എനിക്കെതിരെ വന്ന ആരോപണങ്ങളെല്ലാം 2 ദിവസത്തെ ആയുസേ ഉള്ളൂ ഒരു അക്കൗണ്ടിന്. അഭിലാഷ് മനസ്സിലാക്കേണ്ട കാര്യം, ഇനിയും വരും എല്ലാവർക്കും എതിരെ. ആരാണെന്ന് കണ്ടുപിടിക്കാൻ പുറപ്പെടുമ്പോഴേക്കും ആ അക്കൗണ്ട് ക്യാൻസൽ ആയിട്ടുണ്ടാവും. ഫേക്ക് അക്കൗണ്ടുകൾ എടുത്ത് നുണകൾ 2 ദിവസം കറങ്ങിയതിന് ശേഷം ആ അക്കൗണ്ട് ക്യാൻസലാക്കുന്ന ഒരു മായാജാലമാണ് ഇവർ ഇതൊരു സംഘമുണ്ട് ഇതിന്. അപ്പോൾ അതിനനുസരിച്ച് ഇത് കണ്ട് സഹിക്കവയ്യാതെ ഇപ്പുറത്ത് അതിനേക്കാൾ കടുത്ത ഭാഷയിൽ അങ്ങോട്ട് പ്രയോഗിക്കാൻ ചിലർ മുതിർന്നപ്പോൾ പറ്റില്ലെന്ന് പറഞ്ഞ് ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്തു. അവർ സ്റ്റോപ്പ് ചെയ്തു ഇതുവരെ. ഇപ്പം നോക്കൂ, ഒരു PPE കിറ്റ് അഴിമതി എന്ന് പറയാറുണ്ട് എന്നെ കുറിച്ച്. എന്താ അതിനകത്ത് വസ്തുത? വളരെ വ്യക്തമായി ഉത്തരം നൽകി. ലോകായുക്തയിൽ കേസ് കൊടുത്തു UDF. ലോകായുക്ത കേസ് തള്ളി. ഇവരെ നിരന്തരമായി തെളിവ് ഹാജരാക്കാൻ ലോകായുക്ത ആവശ്യപ്പെട്ടു. ഒരു തെളിവും ഇല്ല അഭിലാഷേ. വില കൂടിയപ്പോൾ വാങ്ങണോ വാങ്ങണ്ടയോ PPE കിറ്റ്? ഇതായിരുന്നു ചോദ്യം. ഞാനല്ല വാങ്ങിയത് ചീഫ് സെക്രട്ടറി അധ്യക്ഷനായിട്ടുള്ള കോർ കമ്മിറ്റിക്കാണ് പർച്ചേസ് ചെയ്യാനുള്ള അധികാരം. പക്ഷെ പർച്ചേസ് ചെയ്യാൻ തീരുമാനിച്ചിട്ട് അത് ആരോഗ്യമന്ത്രിയുടെ അടുത്തെടുത്തു. നമുക്ക് ഒന്നുകിൽ നിഷേധിക്കാം, അല്ലെങ്കിൽ അത് തെളിയിക്കപ്പെട്ടില്ലെങ്കിലും അതേക്കുറിച്ച് വന്ന ആരോപണം മാർക്കറ്റിൽ അതിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് പ്രൊക്യൂർ ചെയ്യാം എന്ന നില ഉണ്ടായിരിക്കെ കൂടിയ പ്രൈസിന് പ്രൊക്യൂർ ചെയ്തു. ആ തെളിവ് ഹാജരാക്കിയോ? എന്തുകൊണ്ടാ? അങ്ങനെ ഒരു കമ്പനി പറഞ്ഞു, പക്ഷെ അതിൽ കാലോറി ഉണ്ടായിരുന്നില്ല, കണ്ണിന്റെ ഗ്ലൗസ് ഉണ്ടായിരുന്നില്ല. അതെടുക്കാൻ പറ്റുമോ നമുക്ക്? ഇത് എന്തിനായി ഇത് ധരിക്കുന്നത്? PPE കിറ്റ് ഈ ഫ്രണ്ട് ലൈൻ വർക്കേഴ്സിന് രോഗം വരാതിരിക്കാനാണ്. അത് ഏറ്റവും നല്ല പ്രൊട്ടക്ഷൻ ഉള്ളത് വേണം. നിങ്ങൾക്ക്
നിഷ്പക്ഷമായി ചിന്തിച്ചാൽ നമ്മൾ ഓർഡർ ചെയ്ത് മുഴുവൻ കിട്ടിയില്ല. ആ കമ്പനിയുടെ അടുത്ത് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ നല്ലത്. അത് എല്ലാവർക്കും വീതിച്ചു കൊടുത്തിട്ട് 50,000 ഓർഡർ ചെയ്തിട്ട് നമുക്ക് 15,000 കിട്ടിയുള്ളൂ. അതിൽ തന്നെ വ്യക്തമല്ലേ, പൈസ ധാരാളം ഉണ്ടാക്കാനാണെങ്കിൽ അവരുണ്ടാക്കിയ പൊട്ടസാധനം വലിയ പൈസക്ക് നമ്മൾ വാങ്ങിയതാണെങ്കിൽ ഇഷ്ടംപോലെ അവർ നമുക്ക് തരില്ലേ? അപ്പോൾ ആ വിലക്ക് അവർ തരുന്നുള്ളൂ, അതൊരു വസ്തുതയാണ്. എന്നിട്ടും ഈ 15,000 വാങ്ങി ലക്ഷക്കണക്കിന് VP കിറ്റാണ് ഉപയോഗിച്ചത്. വില കയറിയ ഘട്ടത്തിലെ 15,000 കാര്യം ഞാൻ പറഞ്ഞത്. അതായിരുന്നു നല്ലത് ആ സമയത്ത്, അത് നമ്മൾ എടുത്തു. അത് കഴിഞ്ഞിട്ട് മാർക്കറ്റിൽ വേറെ കമ്പനികൾ സ്റ്റിച്ച് ചെയ്ത് എത്തിക്കാൻ തുടങ്ങിയപ്പോൾ അതിന് നമുക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞപ്പോൾ ഈ ഓർഡർ ക്യാൻസൽ ചെയ്തു. വേണമെങ്കിൽ കരാറാണ് അല്ലേ, ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് എന്നൊക്കെ പറയാം, കമ്പനിക്ക് കരാറാണ്. 50,000 അവരുടെ അടുത്ത് വാങ്ങാം, ബാക്കി വെളിയിൽ നിന്ന് വാങ്ങാം. 5,000 നിർത്തി. അതിൻ്റെ അർത്ഥം എന്താ? സിംഗിൾ പൈ, ഒരു പൈസ പോലും അതിനകത്ത് അഴിമതി ഇല്ല. എന്നിട്ട് അത് തെളിയിക്കാൻ അവരുടെ അടുത്ത് എന്താ ഉള്ളത്? കേവലം സൈബർ രംഗത്തുള്ള ഈ പറയുന്ന കമന്റുകൾക്കും മറ്റു വിഷയങ്ങൾക്കും അപ്പുറത്ത് കേരളത്തിലൊരു ഇപ്പോൾ സാമൂഹ്യ ധ്രുവീകരണമില്ല. ഇപ്പൊ നോക്കൂ, പാലത്തായി കേസ്, ഒരു കുട്ടി പീഡനത്തിന് വിധേയയായാൽ സ്വാഭാവികമായും എടുക്കേണ്ട നടപടികൾ എന്ന് പറയുന്ന നടപടികളുണ്ട്, കേസുണ്ട്. ഇപ്പോ അതിലെ പ്രതിക്ക് പരോള് കിട്ടിയത് വരെ വലിയ രാഷ്ട്രീയ വിവാദമായിരിക്കുകയാണ്. അഭിലാഷേ, അതിന്റെ തമാശ എന്താണെന്നറിയോ? എന്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിലാ അത്. അതെ, ഈ പാലത്തായിലെ പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടു എന്ന് അറിഞ്ഞു. അന്ന് എനിക്ക് പോകാൻ പറ്റിയില്ല, ഞാനിവിടെ തിരക്കായിട്ടായിരുന്നു. മൂന്നാമത്തെ ദിവസം എനിക്ക് പോകാൻ പറ്റുള്ളൂ. അന്ന് തന്നെ ഞാൻ അവിടുത്തെ ആളുകൾ വിളിച്ചിട്ട് പറഞ്ഞു, കുട്ടിയെ അടിയന്തരമായിട്ട് ആ കുടുംബത്തോട് കേസ് കൊടുക്കാൻ പറയണം. സംഗതി എന്താണെന്നൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. അതിനു മുമ്പ് തന്നെ ഈ സംഭവം വന്ന ഉടനെ. അപ്പോൾ അവിടെയുള്ള ഞങ്ങളുടെ പാർട്ടിയുടെ പ്രവർത്തകനായിട്ടുള്ള ഒരു ബൈജു ഒക്കെ ഇവരുടെ കുടുംബത്തിൻ്റെ കൂടെ പോയി DYSPയുടെ അടുത്ത് പരാതി കൊടുക്കാൻ പോയി. ഞാൻ DYSPയെ വിളിച്ചു. DYSP വേണുഗോപാലായിരുന്നു എന്ന ഓർമ്മ എൻ്റെത്. വിളിച്ചു. ആ കേസ് ഗൗരവമായിട്ട് കൈകാര്യം, ചെറിയ മോളാണ്, സ്കൂൾ അധ്യാപകനാണ്. അത് BJPയോ കോൺഗ്രസോ മാർക്സിസ്റ്റോ എന്നുള്ള വിഷയമൊന്നുമല്ല. സ്കൂൾ അധ്യാപകനാണ്, ഒരു പെൺകുട്ടിയാണ് ചെറിയത്. അധ്യാപകന്മാർ പീഡിപ്പിക്കുമ്പോൾ അത് ഗൗരവമുള്ള പീഡനമായിട്ട് മാറും. അതുകൊണ്ട് കേസ് നന്നായിട്ട് തുടക്കത്തിൽ കേസ് കൈകാര്യം ചെയ്യുന്നത് പോലെ ഇരിക്കും, കുറ്റവാളിക്ക് കിട്ടുന്ന ശിക്ഷ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, DYSP പറഞ്ഞു, മേഡം അവരെൻ്റെ മുന്നിൽ ഇരിക്കുന്നുണ്ട്, പരാതി തരാൻ വന്നത്. കുട്ടിയുടെ അമ്മാവനാണ്, അച്ഛൻ ഉപ്പ മരിച്ചുപോയി, കുട്ടിയുടെ കാരണവരാണ്, നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹമാണ് ഈ കുഞ്ഞിനെ സംരക്ഷിക്കുന്നത്. വലിയ സാമ്പത്തിക ശേഷിയുള്ള കുടുംബമല്ല, ഒരു ചെറിയ ഇടത്തരം കുടുംബമാണ്. അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഇതാ MLA ആണ് വിളിച്ചത്, പിന്നെ ഇതിൻ്റെ കേസ് നന്നായിട്ട് കൈകാര്യം ചെയ്യണമെന്ന് പറഞ്ഞ് വിളിച്ചതാണ്, ഞങ്ങൾ രജിസ്റ്റർ ചെയ്യാം, നന്നായിട്ട് അന്വേഷണം നടക്കും കേട്ടോ എന്ന് പറഞ്ഞ് തിരിച്ചുപോയി. ആ കുടുംബത്തിന് ഇന്നും അറിയാം. ആ കുടുംബത്തെ കൊണ്ട് എന്തൊക്കെയോ പറയിപ്പിക്കാൻ ശ്രമിച്ചിട്ട് അയാൾ പറഞ്ഞു, അത് അസത്യമായിട്ട് എനിക്കൊന്നും പറയാൻ പറ്റില്ല, അന്ന് മുതൽ ടീച്ചർ ഞങ്ങളുടെ കൂടെ ഉണ്ട് ഈ കാര്യത്തിൽ. ഇനി ഇദ്ദേഹത്തിന് ജാമ്യം കിട്ടിയത് ഞാൻ അന്വേഷിച്ചു, കാരണം നമുക്ക് അന്വേഷിക്കാൻ തോന്നുമല്ലോ. അന്വേഷിച്ചപ്പോൾ സ്വാഭാവികമാണ്, അതായത് ഒരു ശിക്ഷിക്കപ്പെട്ട പ്രതിക്ക് അയാളുടെ അടുത്ത ബ്ലഡ് റിലേറ്റീവ് ആയിട്ടുള്ള ആളുകൾ മരിച്ചാൽ 15 ദിവസത്തെ ജാമ്യം കിട്ടും. ഇയാളുടെ പെങ്ങൾ മരിച്ചു, ആ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ട് അയാൾ ജാമ്യത്തിൽ പോയതിൻ്റെ അർത്ഥം അയാൾ കോടതി വെറുതെ വിട്ടു എന്നല്ലല്ലോ. ഒരു തടവ് പുള്ളി ആയിക്കഴിഞ്ഞാൽ RSSോ കോൺഗ്രസോ മാർക്സിസ്റ്റോ എന്നില്ല, അയാളൊരു നമ്പറാണ്. പിന്നെ എവിടെ ആ പ്രതിക്ക്, ആ കുറ്റവാളിക്ക് ജയിലിലെ നിയമം അനുസരിച്ചുള്ള എന്തൊക്കെ ആനുകൂല്യങ്ങളാവാം, എന്തൊക്കെ ആയിക്കൂടാ, അതനുസരിച്ച് മാർക്സിസ്റ്റുകാരുടെ ആളുകളും കോൺഗ്രസ്സുകാരുടെ പ്രതിയായാലും BJPയുടെ പ്രതിയായാലും ഒരേപോലെയാണ് ജയിൽ നിയമപ്രകാരം. വലിയ തോതിൽ വിമർശന വിധേയമാവുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇത് CPM RSS ഡീലിന്റെ ഭാഗമാണ് എന്നൊക്കെയാണ്. അതെ, മനസ്സിലായല്ലോ. ഇങ്ങനെയാണ് ഞങ്ങൾ എപ്പോഴെങ്കിലും RSSുമായിട്ട് ഡീലാവോ? മതന്യൂനപക്ഷ വിഭാഗങ്ങൾ ചിന്തിക്കാൻ കഴിയുന്നവർക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ പള്ളി വിളിക്കുന്നില്ല, കേട്ടില്ലേ? ഇവിടെ ബാങ്ക് വിളി നിഷേധിക്കുന്നില്ല. ഇവിടെ മതന്യൂനപക്ഷത്തെ പശുവിനെ കൊണ്ടുപോയി എന്നും പറഞ്ഞിട്ട് അതിൻ്റെ പിന്നാലെ പോയി കശാപ്പ് ചെയ്യുന്നില്ല. ഈ സുരക്ഷിതത്വം കേരളത്തിലുള്ളത് ഇടതുപക്ഷത്തിൻ്റെ കരുത്തിൽ തന്നെയാണ്. അതെന്ന് അവസാനിക്കുന്നുവോ അന്ന് ഈ കോൺഗ്രസിൻ്റെ കരുത്തിലാണെങ്കിൽ 4-3 ഭൂരിപക്ഷത്തിൽ കോൺഗ്രസ് ഭരിച്ച സംസ്ഥാനങ്ങളിൽ കേരളത്തിൻ്റെ സ്ഥിതി ഉണ്ടാവണ്ടേ? ഇല്ലല്ലോ. കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ കാഴ്ച അറിയില്ല എന്നൊരു ചൊല്ലുണ്ട്. അതുപോലെയാണ് കേരളത്തിലെ ഇടതുപക്ഷം ശക്തമായി നിൽക്കുമ്പോൾ ഇവർക്കെല്ലാം പ്രസംഗിക്കാനൊരു വേദിയുണ്ട്. അത് കോൺഗ്രസിനായാലും BJPക്കായാലും എല്ലാവർക്കും, മുസ്ലിം ലീഗിന് പ്രത്യേകിച്ച്. പക്ഷെ അവരെല്ലാം മനസ്സിലാക്കേണ്ട സത്യം, മതനിരപേക്ഷത മുറുകെ പിടിച്ച് മതന്യൂനപക്ഷത്തെ സംരക്ഷിക്കേണ്ടത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണെന്ന് വീണ്ടും വീണ്ടും പറയുകയും അതിനുവേണ്ടി വാദിക്കുകയും ചെയ്യുന്ന ഒരു ഇടതുപക്ഷം ഇവിടെ ഉള്ളത് കൊണ്ടാണ് മതന്യൂനപക്ഷ വിഭാഗങ്ങൾക്കും ഭൂരിപക്ഷ മതസ്ഥർക്കും ഒക്കെ സമാധാനത്തോടെ കിടന്നുറങ്ങാൻ കഴിയുന്ന ഒരിടമായി കേരളം നിലനിൽക്കുന്നത്. പിന്നെ ന്യൂനപക്ഷ മതസ്ഥർ തിങ്ങിപ്പാർക്കുന്ന ഇടങ്ങളിൽ ഇടതുപക്ഷം പഞ്ചായത്തുകളിൽ ജയിച്ചിട്ടുണ്ട്, കേട്ടില്ലേ? അതിലും നഗരസഭകളിൽ ജയിച്ചിട്ടുണ്ട്. തലശ്ശേരി നഗരസഭ നല്ല ന്യൂനപക്ഷ വോട്ടുള്ള ഇടാണ്. ശരി, പരമ്പരാഗതമായി തലശ്ശേരിയിലെ മുസ്ലിങ്ങൾ CPM വോട്ട് ചെയ്യുന്നത്. എല്ലാവരും CPM അല്ല അവിടെ.
CPM അല്ലാത്തവർ CPM വോട്ട് ചെയ്യുന്നു. തെറ്റിദ്ധരിക്കരുത് എന്ന് മതന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരോടും ഭൂരിപക്ഷ മതസ്ഥരും. ഞങ്ങൾക്ക് ഒരിക്കലും ഹൈന്ദവ വർഗീയതയോട് പ്രീണനം നടത്താൻ പറ്റില്ല. ഹൈന്ദവ വർഗീയതയും ഇസ്ലാം വർഗീയതയും ക്രിസ്ത്യൻ വർഗീയതയും ഉണ്ടെങ്കിൽ അതിനെയും എല്ലാം ഒരുപോലെ എതിർക്കുകയാണ് CPM. അതുകൊണ്ട് ഞങ്ങളെ ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല. ഞങ്ങൾ ജനങ്ങളുടെ സമാധാനത്തിന്റെ കൂടെയാണ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് ടീച്ചർ. താങ്ക് യു വെരി മച്ച് അഭിലാഷ്. താങ്ക് യു.